ഏത് ശക്തിയാണെന്ന് അറിഞ്ഞൂടാ. നല്ല വണ്ണമാണ്, നല്ല വണ്ണവും പിന്നെ മുട്ടുവേദനയൊക്കെ ഉണ്ട്. അവിടെ കയറി തൊഴുത് തിരിച്ച് നമ്മളെ ഇതിൽ കൊണ്ടുപോകും. താഴോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് തന്നെ ഇങ്ങനെ മൂടൽ അങ്ങനെ നമ്മൾ പളനിയിൽ നിന്ന് നേരെ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പിയേഴ്സ് ട്രീ വില്ലയിലാണ് താമസിക്കാൻ പോകുന്നത്. ഇവിടെ 2 ബെഡ്റൂം 3 ബെഡ്റൂം വില്ലാസ് ഉണ്ട്. വിത്ത് കിച്ചൺ ആണ്. അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് ഇവിടെ. ഇവർക്ക് വേറെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. വിത്ത് കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് അടിച്ച് പൊളിക്കാം ഇവിടെ. കുറഞ്ഞു പോയല്ലേ? ഈ മാറ്റാൻ മനസ്സിലാവില്ലേ? ആ ഓക്കെ. രണ്ട് പാക്കറ്റ് അത് കുറച്ചുകൂടെ കട്ട് ചെയ്യട്ടെ. അത് ഗരം മസാല ഉപ്പ് ഇത്ര നേരം ഷൂട്ടായില്ലേ? അപ്പൊ അത് പോസ് ചെയ്താ? ഇത് പോസ് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ തന്നെ. ഒരു പീസ് താഴെ പോയി. പോയോ? അയ്യോ അത്രയൊന്നും ക്ഷമില്ല. നമുക്ക് ഒരു തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് മാരിനേറ്റ് ആയിക്കോളും. എൻ്റെ വിജയ് അതുവരെ ഒന്നും ക്ഷമിക്കില്ല. പച്ചയ്ക്ക് തിന്നാൻ പറ്റിയ അത്രയും സന്തോഷം. അവൻ അന്നും ലണ്ടൻ ഇത് തന്നെ, ഇന്നും ഇത് തന്നെ.
ഞാൻ അന്ന് ചോദിച്ചു രാത്രി ഇപ്പോഴും ചിക്കൻ വെച്ചോണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കുരുമുളക് ഇടായിരിക്കും. അത് ഇനി വേണേൽ നമുക്ക് ഇതൊന്ന് മറ്റേ പീസ് കഴുകി എടുക്കാം. കഴുകി തന്നാലും കഴുകി ചൂടാണോ അമ്മ വിളിച്ചു. നമ്മളില്ലാത്തപ്പം നീ വേണം അപ്പാപ്പനെ നോക്കിക്കോളാം കേട്ടോ. മഴയുണ്ടോ? തണുപ്പില്ലല്ലേ? ഒരു തൊപ്പിയുടെ കാര്യമില്ലേ പിട്ടിക്കല്ലേ ചക്കര ഇതെന്തിന്റെ തൊപ്പിയല്ലേ? എന്തോന്ന് അതതിലെന്ത് വെള്ളമായിട്ട് കിടക്കുന്നത്? ഈ ഗ്ലാസ്സിൽ വെള്ളം ഐസാണോ? ഐസ് എന്താ ലിക്വിഡായിട്ടില്ല? ചുരുങ്ങിപ്പോയി. അടിപൊളി. അച്ഛനാണല്ലോ. സൂപ്പർ യമ്മി. ഇങ്ങനെ വർഷങ്ങളായുള്ള ഒരാഗ്രഹം ഇന്ന് സാധിച്ചു. അതെന്താ കോളിഫ്ലവർ ആണോ കഴിച്ചുകൊണ്ടിരിക്കുന്നു? ചിറകുള്ള കോളിഫ്ലവർ.